ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ അഗെയിൻ. നമ്മൾ ISO 17025 ലാസ്റ്റ് എപ്പിസോഡിൽ 7.3 സാമ്പിളിങ്ങിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് ക്ലോസ് 7.4 ഹാൻഡ്ലിംഗ് ഓഫ് ടെസ്റ്റ് ഓർ കാലിബ്രേഷൻ ഐറ്റം. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ വരുന്ന സാമ്പിള് അല്ലെങ്കിൽ DUC ഡിവൈസ് അണ്ടർ കാലിബ്രേഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്, ഗേജസ്, വെർനിയർ കാലിപ്പറോ അല്ലെങ്കിൽ RTD വിത്ത് ഇൻഡിക്കേറ്റർ, തെർമോകപ്പിൾ, മൈക്രോമീറ്റർ, വേരിയസ് ടൈപ്പ് ഓഫ് പ്ലഗ് ഗേജസ്, ഇതെല്ലാം നമ്മുടെ കാലിബ്രേഷൻ ചെയ്യാൻ വരുന്നത്. അതേപോലെ ടെസ്റ്റിംഗ് ലാബ് ആണെങ്കിൽ പല ടൈപ്പ് സാമ്പിൾസ്, ഇറ്റ് ക്യാൻ ബി വാട്ടർ സാമ്പിൾ, ഫുഡ് സാമ്പിൾസ് ഓർ സോയിൽ സാമ്പിൾസ്, പല സാമ്പിളുകളും നമ്മുടെ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ വരുന്നു. ഈ സാമ്പിളുകളോ ഈ ഇൻസ്ട്രുമെൻറ്റോ നമ്മൾ ശരിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പല സാമ്പിളിനും പല ഇൻസ്ട്രുമെൻറ്റിനും സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് വേണ്ടി വരും. ട്രാൻസ്പോർട്ടേഷൻ, ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കാം. അതിൻ്റെ മാനുഫാക്ചറോ അല്ലെങ്കിൽ അതിൻ്റെ യൂസറോ എല്ലാം അതിന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് ഡിറ്റോറേറ്റ് ചെയ്യും, അത് കേടുവന്നു പോകും, പിന്നെ നമ്മൾ കൊടുക്കുന്ന റിസൾട്ട് തെറ്റായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് ഈ 7.4 സ്റ്റാൻഡേർഡ് പറയാൻ കാരണം. 7.4.1 The laboratory shall have a procedure for the transportation, receipt, handling, protection, storage, retention and disposal or return of test or calibration item. സോ നമ്മൾക്ക് ഒരു പ്രത്യേക പ്രൊസീജിയർ വേണം. നമ്മൾ ഏത് ടൈപ്പ് സാമ്പിളാണോ കൈകാര്യം ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആണോ കൈകാര്യം ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ മാനുഫാക്ചറോ യൂസറോ ആരാണ് സ്പെസിഫൈ ചെയ്തിട്ടില്ല ആ രീതിയിലായിരിക്കണം അത് സൂക്ഷിക്കേണ്ടതും അതിന് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതും. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു പ്രൊസീജിയർ നമ്മൾ എഴുതിണ്ടാക്കിയിട്ട് അപ്രൂവ് ചെയ്ത് കയ്യിൽ വെക്കണം, അതിൻ്റെ ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ, ഇൻക്ലൂഡിങ് ഓൾ പ്രൊവിഷൻസ് നെസസറി ടു പ്രൊട്ടക്ട് ദ ഇൻറ്റിഗ്രിറ്റി ഓഫ് ദ ടെസ്റ്റ് ഓർ കാലിബ്രേഷൻ ഐറ്റം ആൻഡ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ലബോറട്ടറി ആൻഡ് ദ കസ്റ്റമർ. അതായത് നമ്മുടെ ഇൻട്രസ്റ്റും കസ്റ്റമറുടെ ഇൻട്രസ്റ്റും സേഫ് ഗാർഡ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം നമ്മൾ ആ പ്രൊസീജിയർ ഉണ്ടാക്കേണ്ടത്. Precautions shall be taken to avoid deterioration, contamination, loss or damage to the item during handling, transporting, storing, waiting and preparation for testing or calibration. Handling instructions provided with the item shall be followed. ഒരു ഹാൻഡ്ലിംഗ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും പല സമയത്തും. ഈ സാമ്പിൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇപ്പോൾ ഒരു സോയിൽ സാമ്പിൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൻ്റെ സാമ്പിൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഓരോന്നിനും പ്രത്യേക രീതിയിലുള്ള സാമ്പിളിംഗ് പ്രൊസീജിയർ ഉണ്ടായിരിക്കാം, ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ ഉണ്ടായിരിക്കാം. ട്രാൻസ്പോർട്ടേഷൻ നടത്താനോ സ്റ്റോറേജ്, ചില സാധനമെല്ലാം ഫ്രിഡ്ജിൽ വെക്കണം, നല്ല കേടുവന്ന് പോകും. അപ്പോൾ ഓരോന്നിനും അതിനനുസരിച്ചിട്ടുള്ള റിക്വയർമെൻറ്റ്സിലായിരിക്കണം നമ്മളത് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, ലാബിൻ്റെ ഉള്ളിൽ ഹാൻഡ്ലിംഗ് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡഡ് വിത്ത് ദി ഐറ്റം ഷാൾ ബി ഫോളോയിഡ്. ഏതെങ്കിലും ഐറ്റത്തിൻ്റെ കൂടെ ഒരു ഹാൻഡ്ലിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് ഇങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യണം. 7.4.2 The laboratory shall have a system for unambiguous identification of test or calibration item. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സാമ്പിൾ ആണെങ്കിലും ഈ ഒരു ഇൻസ്ട്രുമെൻറ്റോ ഗേജോ എന്താണെങ്കിലും അതിൻ്റെ അണാംബിഗ്വസ് ഐഡൻറ്റിഫിക്കേഷൻ, അതിന് യാതൊരു കൺഫ്യൂഷൻ ഇല്ലാത്ത പോലെ നമ്മളൊരു ഐഡൻറ്റിഫിക്കേഷൻ വെക്കണം. ചിലപ്പോൾ ഒരു ജോബ് കാർഡ് സ്റ്റിക്കറായിട്ട് ഒട്ടിച്ച് വയ്ക്കും, അല്ലെങ്കിൽ സാമ്പിൾ നമ്പർ എന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ ജോബ് കാർഡ് രജിസ്റ്ററിൽ അതിനൊരു നമ്പർ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ റിപ്പോർട്ട് വേറെ ഇൻസ്ട്രുമെൻറ്റിന് കൊടുത്തുകൊണ്ട് വരും, ഒരു കസ്റ്റമറുടെ ഐറ്റം വേറെ കസ്റ്റമർക്ക് നമ്മൾ ഡിസ്പാച്ച് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ഇതെല്ലാം തെറ്റിദ്ധാരണ ഉണ്ടാക്കും, ഒരു തെറ്റായ യൂസേജ് ആയിരിക്കും പിന്നെ അതുകൊണ്ട് ഉണ്ടാക്കുക. അപ്പോൾ സാമ്പിളാണ്, ഇപ്പോൾ ബ്ലഡ് സാമ്പിളിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ, ഒരാളുടെ ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്തിട്ട് അസുഖം ഉണ്ടെന്നുള്ളത് ആരുടെ ബ്ലഡാണെന്ന് അറിയാതിരുന്നാൽ വേറൊരാൾക്ക് കൊടുത്തു പോകും. അപ്പോൾ അയാൾക്ക് അതിനുള്ള മരുന്ന് കഴിക്കുകയാണെങ്കിൽ എത്ര വലിയ തെറ്റാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സാമ്പിളോ ഒരു ലാബിൽ വരുന്ന സാമ്പിളായാലും ഇൻസ്ട്രുമെൻ്റ് ആയാലും അതിന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മുടെ ലാബിൽ അത് വെക്കുന്ന കാലത്തോളം ആ ഇൻവെൻട്രി നമ്മുടെ കയ്യിലാണ്, നമ്മുടെ ഇൻവെൻട്രിയിലാണ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ശ്രദ്ധ കൊടുക്കണം. So the identification are important. The identification shall be retained while the item is under the responsibility of the laboratory. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിലുള്ള സമയത്തോളം അതിൻ്റെ ആ ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ സൂക്ഷിക്കണം, ആ സ്റ്റിക്കർ കളയരുത്. The system shall ensure that items will not be confused physically or when referred to in records or other documents. അതിന് യാതൊരു കൺഫ്യൂഷൻ ഫിസിക്കലി ഉണ്ടാവരുത്. അതിൻ്റെ ഒരു ഡാറ്റ ഷീറ്റ് ആണെങ്കിൽ അത് ഏത് ഐറ്റത്തിൻ്റെ ഡാറ്റ ഷീറ്റാണ് എന്ന് ഡൗട്ട് ഉണ്ടാവുന്ന രീതിയിൽ ഒന്നും സംഭവിക്കരുത്. അത്രയും ക്ലിയർ ആയിട്ടായിരിക്കണം അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. The system shall, if appropriate, accommodate a subdivision of an item or group of items and the transit of items.
അതായത് ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ബണ്ടിലായിട്ടുള്ള ഐറ്റം ആയിരിക്കാം. കാരണം ഒരു 25 പ്രഷർ ഗേജ് അങ്ങനെയാണ് വന്നെങ്കിലോ, അപ്പോൾ ആ ലോട്ടിൻ്റെ നമ്പർ 1 of 25, 2 of 25, 3 of 25 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രത്യേക സബ് ഡിവിഷൻ കൊടുക്കാം, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലെല്ലാം പർപ്പസ്, കാരണം എല്ലാം ഐഡൻറ്റിക്കൽ ആയിരിക്കും, കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയില്ല. ഒരേ റേഞ്ച്, ഒരേ ലീസ് കൗണ്ടൊക്കെ ആയിരിക്കും, ഒരേ കസ്റ്റമറുടെ ആയിരിക്കാം. അപ്പോൾ എന്തിൻ്റെ റിപ്പോർട്ടാണെന്ന് അറിയണമെങ്കിൽ അതിന് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. 7.4.3 upon receipt of the item or calibration item, test or calibration item, deviation from specified condition shall be recorded. കാരണം സ്പെസിഫൈഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വന്ന ഗേറ്റ് പാസോ അല്ലെങ്കിൽ ഡെലിവറി ചെലാൻ എന്നൊക്കെ പറയുന്ന എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ടാവും. അതിൽ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ 0 to 300 വെർനിയർ കാലിപ്പർ എന്നായിരിക്കാം, വന്നത് ചിലപ്പോൾ 0 to 150 വെർനിയർ കാലിപ്പർ ആയിരിക്കാം. അതൊരു ടൈപ്പിംഗ് എറർ ആയിരിക്കാം അത് കസ്റ്റമറുടെ എൻഡിൽ. അപ്പോൾ ചില സ്ഥലത്തിൽ പവർ കോഡ് ഉണ്ടാവില്ല, ചിലതിൽ ചില അക്സസറീസ് ഉണ്ടാവില്ല, ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാം ഈ ഐറ്റം നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് നോട്ട് ചെയ്യണം, ഉടനെ തന്നെ അത് റെക്കോർഡ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നീട് ഒരു കൺഫ്യൂഷൻ വരരുത്. When there is doubt about the suitability of an item or test or calibration, or when an item does not conform to the description provided, the laboratory shall consult the customer for further instruction before proceeding and shall record the result of this consultation. അങ്ങനെ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ, അത് എഴുതിയ സാധനമല്ല വന്നത്, നമ്മൾ കൊട്ടേഷൻ കൊടുത്ത സാധനമല്ല അവർ അയച്ചത്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം ഒരു പക്ഷേ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇത് കാലിബ്രേഷൻ ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഇത് ടെസ്റ്റിങ്ങിന് ഈ സാമ്പിൾ എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കസ്റ്റമറായിട്ട് കൺസൾട്ട് ചെയ്യണം. എന്നിട്ട് ഈ കൺസൾട്ടേഷൻ എങ്ങനെയാണ് സംസാരിച്ച്, ആരോട് എപ്പോൾ എന്തു പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പിന്നീട് അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ പറയും ഞങ്ങൾ അയച്ച ഇതായിരുന്നു, നിങ്ങൾ തിരിച്ചു തന്നത് ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ സംഭവിക്കരുത്. അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് കൺഫേം ചെയ്തതിന് ശേഷം കൺസൾട്ട് ചെയ്ത് കസ്റ്റമർ റെപ്രസെൻറ്റേറ്റീവായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടും, ഈ പോസിബിൾ ടു ഡു സോ. ഓക്കെ, ബിഫോർ പ്രൊസീഡിങ് ആൻഡ് ഷാൾ റെക്കോർഡ് ദി റിസൾട്ട് ഓഫ് ദിസ് കൺസൾട്ടേഷൻ. വെൻ ദ കസ്റ്റമർ റിക്വയർസ് the item to be tested or calibrated acknowledging a deviation from specified condition, the laboratory shall include a disclaimer in the report indicating which result may be affected by the deviation. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടാവും, ഒരു പ്രത്യേക സാധനം ചിലപ്പോൾ ഡാമേജ് ആയിട്ടുണ്ടാവും, പോയിൻ്റ് ലേശം വളഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനോടൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കസ്റ്റമർ പറയും നോ പ്രോബ്ലം സാർ, നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തോ, നിങ്ങൾ കാലിബ്രേഷൻ ചെയ്തോ, കുഴപ്പമില്ല. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ, പക്ഷെ അതൊരു ഡിസ്ക്ലെയിമറായിട്ട് നമ്മൾ ആ റിപ്പോർട്ടിൽ എഴുതണം. നോട്ട് ഐറ്റം, ആ നോട്ടിലൊക്കെ അടിയിലൊക്കെ എഴുതാം, ഈ ഐറ്റം ഇങ്ങനെയാണ് നമുക്ക് സപ്ലൈ ചെയ്തത്, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ആ റിസൾട്ടിലുണ്ടെങ്കിൽ വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് എന്ന് ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ ഒരു ടെസ്റ്റിംഗ് ലാബിലാണെങ്കിൽ ചിലപ്പോൾ ഒരു ടെസ്റ്റ് നിങ്ങളുടെ ഇതിൽ കിടക്കുന്നത്, നിങ്ങളുടെ പ്രൊസീജിയർ കിടക്കുന്ന 100 ഗ്രാം വേണം സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ, അങ്ങനെയാണ് പ്രൊസീജിയർ. പക്ഷേ അവർ അയച്ചു തന്നപ്പോൾ ഒരു 50 ഗ്രാമേ ഉള്ളൂ. പക്ഷേ അതൊരു പക്ഷേ റിസൾട്ടിനെ ബാധിക്കാം. പക്ഷേ ചെയ്തേ പറ്റൂ, അവരടുത്ത് ഫർദർ 100 ഗ്രാം അയക്കാനില്ല, അങ്ങനത്തെ ഒരു സാമ്പിളൊക്കെ ആണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് എഴുതണം. ഇത് ഇൻസ്റ്റെഡ് ഓഫ് 100 ഗ്രാം 50 ഗ്രാമേ കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഈ റിസൾട്ടിലുണ്ടെങ്കിൽ ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ, വി ആർ നോട്ട് റെസ്പോൺസിബിൾ, ലാബ് പീപ്പിൾ ആർ നോട്ട് റെസ്പോൺസിബിൾ. അങ്ങനെ വല്ല കേസ് ഉണ്ടെങ്കിൽ അത് ആ റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് എഴുതണമെന്നാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. ഓക്കെ, disclaimer in the report including which result may be affected by the deviation. ഏത് റിസൾട്ടിനെ ഇതുകൊണ്ട് ഈ റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ക്ലിയർ ആയിട്ട് അതൊരു ഡിസ്ക്ലെയിമർ കൊടുത്താൽ മതി. 7.4.4 when items need to be stored or conditioned under specified environmental conditions, these conditions shall be maintained, monitored and recorded. ചിലപ്പോൾ ചില ഐറ്റംസ് നമ്മൾ പ്രത്യേക രീതിയിൽ അതിനെ സൂക്ഷിക്കേണ്ടി വരും, ഒരു കണ്ടീഷനായിട്ട് കൂടി. ചില ട്രീറ്റ് ചെയ്തിട്ട് ആ സാമ്പിൾ സൂക്ഷിക്കേണ്ടി വരും ടെസ്റ്റിംഗ് ലാബുകാർക്ക്. ചില സാമ്പിൾ ഫ്രീസറിൽ വെക്കണം, ചിലത് വളരെ കോൾഡ് അറ്റ്മോസ്ഫിയറിൽ വെക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ചിലതപ്പോൾ കറണ്ട് പോകും, എന്നിട്ട് ടെമ്പറേച്ചർ ചിലപ്പോൾ റൈസ് ആയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതൊരു മീറ്റ് സാമ്പിൾ ആണെങ്കിൽ അതൊരു -18 ഡിഗ്രിയിലൊക്കെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ അത് ഫംഗസ് ഗ്രോത്ത് ഉണ്ടാവും, വേറെ എന്തെങ്കിലും ഡീറ്റോറിയേറ്റ് ആവും. പിന്നെ നെക്സ്റ്റ് ഡേ നിങ്ങൾ വന്ന് അതിന് സാമ്പിൾ എടുത്തിട്ട് ഈ സാമ്പിൾ കേടാണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആ എൻവിറോൺമെൻറ്റിനെ മോണിറ്റർ ചെയ്യണം, അതിന് എന്തെങ്കിലും ഒരു ഡാറ്റ ലോഗിങ് വേണം. കാരണം ഇൻ ബിറ്റ്വീൻ സപ്ലൈ പോയി, കറണ്ട് പോയി, ടെമ്പറേച്ചർ റൈസ് ആയിട്ടുണ്ടെങ്കിൽ ആ സാമ്പിൾ പിന്നെ എടുത്ത് ടെസ്റ്റ് ചെയ്യരുത്, കാരണം നിങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ട് തെറ്റായിരിക്കാം. അതാണ് ഓരോ സാമ്പിളിനും ഓരോ ഇൻസ്ട്രുമെൻറ്റിനും പല രീതിയിലുള്ള എൻവിറോൺമെൻറ്റ്, പല രീതിയിലുള്ള സൂക്ഷിക്കേണ്ട
കാര്യങ്ങൾ, പല ട്രാൻസ്പോർട്ടേഷൻ, ചിലതിൽ ഷോക്ക് പ്രൂഫ് ആയിരിക്കും, ചിലത് ഇളക്കാൻ പാടില്ല, ചിലതിൽ സൂര്യപ്രകാശം കാണാൻ പാടില്ല, ചിലത് ലൈറ്റ് കാണാൻ പാടില്ല. ഇങ്ങനെ പല ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സോ അല്ലെങ്കിൽ സാമ്പിളുകളോ ഉണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണോ സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണോ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണോ സ്റ്റോർ ചെയ്യേണ്ടത്, അത് അതുപോലെ ചെയ്യണം. ആ സിറ്റുവേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യണം, കൺട്രോൾ ചെയ്യണം, അതിന് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്ത 7.5 ടെക്നിക്കൽ റെക്കോർഡ്സുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം, അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് അവർ ചാനൽ.